വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് മാനന്തവാടിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് പടമല സ്വദേശി അജി. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി ആക്രമണം നടത്തിയത്. മൃതദേഹവുമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ദുരന്തം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയത്. ആന ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്? വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുകയാണ് പയ്യമ്പള്ളി കുറുവ ദ്വീപിനടുത്തുള്ള പാൽവെളിച്ചത്തെ പനച്ചിയിൽ അജി എന്ന് പറയുന്ന യുവാവ്. അദ്ദേഹത്തെ വീട്ടിൽ കയറിയാണ് ഇന്ന് കർണാടക വനം വകുപ്പിന്റെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി അദ്ദേഹം മരിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. തുടർന്ന് ആ സമയം മുതൽ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൂടാതെ നാട്ടുകാർ ഒന്നടങ്കം ചേർന്ന് രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ മാനന്തവാടി നഗരത്തിൽ ഗതാഗത സ്തംഭനം നഗരം സ്തംഭിപ്പിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രി മോർച്ചറിക്കരികിലും ഒക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. മാനന്തവാടി നഗരം വലിയൊരു സംഘർഷ സാധ്യതയിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ പാർട്ടികളിൽപ്പെട്ട ആളുകളും ചേർന്നുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ റോഡ് ഉപരോധിക്കുന്നു, മറ്റൊരു വിഭാഗം ആളുകൾ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തുന്നു. ജനപ്രതിനിധികളായ ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മുരക്കാർ എത്തി. മാനന്തവാടി MLA OR കേളു എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. DFO എവിടെ പോയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് വരെ എല്ലാ വിധത്തിലുള്ള സംഘർഷ സാധ്യതയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജി എന്നയാൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് നേരിടുന്നത് മാനന്തവാടി നഗരസഭാ പരിധിയിൽ തന്നെയാണ്. മാനന്തവാടി നഗരസഭാ കൗൺസിലർ ശ്രീമതി ലേഖ രാജീവൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങൾ ഈ കാട്ടാനകളുടെ മൃഗങ്ങളുടെയും ഭീഷണിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഒരു വീടിന്റെ മുറ്റത്ത് ഗേറ്റ് തള്ളി തുറന്നാണ് ആന ഒരു അജി എന്ന് പറഞ്ഞ ആളെ ആക്രമിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്ത അവസ്ഥയാണുള്ളത്. അന്വേഷിച്ചപ്പോൾ ഇത് കർണാടകയിൽ നിന്നും റേഡിയോ കോളർ പിടിപ്പിച്ചു വിട്ട ആനയാണെന്നും അവർക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ഇവിടെയുള്ള വനംവകുപ്പ് പറയുന്നത്. ഇതെന്തായിരുന്നാലും നമ്മളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന നമ്മളുടെ പറമ്പിൽ കൂടെ മുറ്റത്തുകൂടെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഒഴിവാക്കുന്ന ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുകയും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഫെൻസിംഗ് പോലുള്ള കാര്യങ്ങൾ തുടങ്ങി വരുന്നുണ്ട്. എന്നാൽ അത് ത്വരിതഗതിയിൽ നടത്തി ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും വാഗ്ദാനങ്ങളല്ലാതെ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം ഈ സമരരംഗത്ത് ശക്തമായി മുന്നോട്ടുണ്ടാകും. ഇവിടെയുള്ള ഓരോ മനുഷ്യജീവനും മൃഗങ്ങളെ ആക്രമിക്കണമെന്നോ അങ്ങോട്ട് വളഞ്ഞ് ആക്രമിക്കണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. ആ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഞങ്ങൾ തകർക്കുന്നുമില്ല. പക്ഷേ മനുഷ്യന്റെ ജീവനും സ്വത്തിനും അവരുടെ സ്വൈര്യ വിഹാരത്തിനും പ്രശ്നമില്ലാതെ സ്വൈര്യമായി അവർക്ക് വിഹരിക്കാനുള്ള ഞങ്ങൾക്ക് മനുഷ്യന്റെ ജീവന് വിലയുള്ള രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ സർക്കാരും അതിന്റെ ഭരണ സംവിധാനവും ഏർപ്പെടുത്തുന്നതുവരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിലൊരു കടുകിട പോലും വിട്ടുവീഴ്ചയില്ല എന്നാണ് മാനന്തവാടി നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയ്ക്കും ഇവിടെയുള്ള മാനന്തവാടി മനുഷ്യർക്കും വേണ്ടി പറയാനുള്ളത്. ശ്രീമതി ലേഖ, ഇത്തരത്തിൽ ഇന്നലെയാണ് ഈ ഒരു ആനയുടെ സാന്നിധ്യം അവിടെ വ്യക്തമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഇന്ന് പുലർച്ചെ വരെ ഈ ഒരു അപകടം ഉണ്ടാകുന്നതുവരെ വനം വകുപ്പ് കാത്തിരുന്നു എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത്. അതായത് തികഞ്ഞ അനാസ്ഥ തന്നെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. എന്ത് നടപടികളിലേക്കാണ്? ഒരു ഫെൻസിങ് വേണമെന്നൊക്കെ പല പ്രാവശ്യങ്ങളിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും സാധ്യമായിട്ടില്ല. അതിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു നടപടികൾ ഇപ്പോൾ നിങ്ങൾ തുടരുന്നുണ്ടോ? തുടരുന്നുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം വനംവകുപ്പുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുകയും ഞങ്ങൾ കൃത്യമായി ഏതൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഹാങ് ഫെൻസിങ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ പറ്റി ചർച്ചകൾ ചെയ്യുകയും പ്രപ്പോസൽ കൊടുക്കുകയും ഇത് കാലങ്ങളായി തുടരുന്നതാണ്. ഇപ്പോഴോ ഇന്നോ ഇന്നലെയോ അല്ല. 2017 ഇതേപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ആന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായിരുന്നു. കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ സ്ഥിരമായി ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ ദിനം പ്രതി എന്നോണം ഞങ്ങൾ DFO ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റിലും കയറിയിറങ്ങി ഇത് കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുക. പക്ഷേ നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ്. നമ്മളിപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രക്ഷിക്കാമെന്ന് പറയുന്നു. അതും കേവലം വാർത്തകളിലോ പ്രസ്താവനകളിലോ ഒതുങ്ങുന്നതല്ലാതെ അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു സങ്കടകരമായ ഒരു അവസ്ഥ കൂടെ ഞങ്ങൾക്കുണ്ട്.
ഇതിലേക്ക് താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. എത്ര പണം നൽകിയാലും ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഇല്ലാതായിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിന് എന്തൊക്കെ നൽകിയാലും അത് തിരിച്ചെടുക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും വയനാട് പ്രദേശങ്ങളിൽ സ്ഥിരമായി വന്യജീവി ശല്യമുണ്ടാകുന്നു. അത്തരത്തിലൊരു ഫെൻസിങ് നടപടി അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്താനായിട്ട് നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നതാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ DFO കളക്ടർ ഒക്കെ എത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്തെങ്കിലും തരത്തിൽ അത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അവരാരെങ്കിലും ഇപ്പോൾ എത്തുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? സബ് കളക്ടർ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ. ഞങ്ങൾ ഓരോ ഭാഗവും കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെയൊക്കെയോ ആളുകൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു പൊതുജനങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് സമരം ചെയ്യുകയാണ്. ഏതായാലും അല്പസമയത്തിനകം അധികാരികൾ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഞങ്ങളുടെ നിലപാടുകൾ ഇത്രയേ ഉള്ളൂ. വന്യമൃഗങ്ങളെ അങ്ങോട്ട് കയറി ഞങ്ങൾ ആക്രമിക്കുന്നില്ല. ഇവിടെ ജനസഞ്ചാര പദങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയിടുന്നതിനുള്ള മാർഗങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. നമ്മളൊരു ജോലിയോ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ കൊടുത്താൽ ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നമുക്കറിയാം, ജീവനാണ് പോകുന്നത്. ആ നഷ്ടം പരിഹരിക്കാൻ ഉള്ള ഒരു നടപടി നമുക്കറിയാം. ഒരു നഷ്ടം ഒരു ജീവന്റെ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടാവണം. നമുക്ക് പേപ്പറിൽ ഒതുങ്ങുന്ന വാഗ്ദാനങ്ങളോ വർത്തമാനങ്ങളോ അല്ല വേണ്ടത്. നടപടികൾ, ഉത്തരവുകൾ ഉണ്ടായാൽ മാത്രമേ, വ്യക്തമായി പറയുന്നു, ഉത്തരവുകൾ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുള്ളൂ. ശരി ലേഖ, ഈ ഒരു അവസരത്തിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന് നന്ദി. താങ്ക് യു. ഷിബു, ശ്രീമതി ലേഖ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവനാണ് ഇല്ലാതായിരിക്കുന്നത്. എന്തൊക്കെ നൽകിയാലും നഷ്ടം നികത്താനാവില്ല. പക്ഷേ ഇനിയും ഒരു ജീവന് ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ഒരു മാറ്റം അവിടെ അനിവാര്യമാണ്. ഇത്തരത്തിൽ അവർ ആവശ്യപ്പെടുന്ന പോലെ തികച്ചും ന്യായമായ ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു ഫെൻസിങ് ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ജീവന് സംരക്ഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ കളക്ടറുടെയോ സബ് കളക്ടർ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ആശുപത്രി മോർച്ചറിക്ക് സമീപം കളക്ടറും സബ് കളക്ടറും MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കളക്ടർ സ്ഥലത്തെത്തണമെന്നാണ് പറയുന്നത്. കളക്ടർ കൽപ്പറ്റയിൽ നിന്ന് വരണം, അവർ വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ഫെൻസിംഗ് ആണ് ഏറ്റവും ആദ്യം ഉയർത്തി വന്നിരുന്ന ഒരു ആവശ്യം. അത് 2017 ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഫെൻസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ശാശ്വതമായ ഒരു നടപടികൾ ഇല്ലാത്തതാണ് ഇതിന് വലിയ കാരണം. 450 കോടി രൂപയുടെ ഒരു പാക്കേജ് തയ്യാറായി എന്ന് പറയുന്നു, തയ്യാറാക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് സംബന്ധിച്ചൊന്നും തുടർ നടപടിക്രമങ്ങൾ ഇല്ലാത്തതാണ് ഇപ്പോൾ പ്രശ്നം വഷളാക്കിയിരിക്കുന്നത്. അനുദിനം ഈ സംഭവ വികാസങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങളും ദുരന്തവും വർദ്ധിക്കാനുള്ള കാരണവും ഈ ശാശ്വതമായ വന്യമൃഗ ശല്യ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ്. അതുകൂടാതെ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടി വേണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് മാനന്തവാടിയിൽ ഒരു തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയതും ആ ഒരു പരിഭ്രാന്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവൻ ഒരിക്കലും അക്രമാസക്തനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആന അക്രമാസക്തനാണ്, ഒരു ജീവൻ എടുത്തിരിക്കുന്നു. ഇവൻ ഇപ്പോൾ എങ്ങോട്ടാണ് മാറിയിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ സഞ്ചാരപഥമൊക്കെ ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, തണ്ണീർക്കൊമ്പൻ ഇറങ്ങി ശാന്തനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അക്രമാസക്തനായ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാനയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ വെടിവെക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ജനങ്ങൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തുപോലെയൊക്കെ സാങ്കേതികപരമായ തടസ്സങ്ങൾ എത്രയുണ്ടാകും, എത്ര മണിക്കൂറുള്ളതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നറിയില്ല. എത്ര മണിക്കൂറുകളായാലും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ജനങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും തണ്ണീർക്കൊമ്പന്റെ സമാനമായ സാഹചര്യമായിരുന്നു വനം വകുപ്പ് നേരിടുന്നതെങ്കിൽ അതിനേക്കാൾ ഒരു സംഘർഷ സാധ്യത കൂടിയുള്ള ഒരവസ്ഥയാണ് ഇന്ന്. അന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കുറെ കൂടി എളുപ്പമായിരുന്നു, കാരണം ആന അക്രമാസക്തനായിരുന്നില്ല. അതുകൊണ്ട് എന്നിട്ടും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടും ആളുകളൊക്കെ കൂടിയിരുന്നു. ഇന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടും ആളുകൾ കൂടി പ്രക്ഷോഭത്തിലാണുള്ളത്. റോഡ് ഉപരോധം, നഗരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. അത് അധികൃതർ മുഖവിലേക്ക് എടുക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു പ്രതീക്ഷ. ഷിബു, AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറഞ്ഞിരുന്നത് വനം വകുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രിയാണ് ഇറങ്ങിയത്. അവർക്ക് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്താനുള്ള ഒരു സമയം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ
കുറച്ച് ഇന്നലെ ഇത്തരത്തിലൊരു ആന വന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വനംവകുപ്പ് പറഞ്ഞിരുന്നതാണ് മാധ്യമങ്ങളോടൊക്കെ തന്നെ. പക്ഷേ അതിനുശേഷം കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല എന്ന് വേണമോ കരുതാൻ? ഈ ഒരു ഇത്തരത്തിൽ രാത്രി അവിടെ എത്തുന്നു, രാവിലെ ഒരു ജീവൻ എടുക്കുന്നു, അതുവരെയൊക്കെ കാത്തിരിക്കാൻ അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എത്താൻ സമയമെടുത്തു എന്ന് പറയുന്നൊരു ശരിയായ നടപടിയാണോ? അല്ല, ഈ ആന തണ്ണീർക്കൊമ്പിന് മുൻപേ കേരളത്തില് വനാതിർത്തി കടന്ന് കേരളത്തിലെത്തിയ ആനയാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കൂടി വയനാട്ടിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇതിനുള്ള നിരീക്ഷണം നടത്തി വരികയാണ് എന്നും അവർ അറിയിച്ചിരുന്നു. പക്ഷേ നിരീക്ഷണം നടത്തിയിട്ടും ആന ആക്രമിക്കുകയും ഒരു മനുഷ്യൻ മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. ഷിബു, മറ്റൊരു വസ്തുത അറിയാനുള്ളത്, ഈ ഒരു ആന ഇന്നലെ എത്തി, പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വാസ്തവമാണോ? അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ കൊടുക്കാൻ ഒരു പോരായ്മ അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച വന്നതാണോ? എന്താണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടാവസ്ഥ ഉണ്ടായതെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയോ ആന ഇന്ന പ്രദേശത്തുണ്ട്, ഇന്ന പ്രദേശത്തേക്ക് വരാനിടയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് തന്നെയുമല്ല, മുന്നറിയിപ്പ് നൽകിയിരുന്നാൽ പോലും ഇത് വീട്ടിൽ കയറിയാണ് ഇന്നത്തെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കാട്ടാന വീട്ടിൽ കയറിയാണ്, വീട്ടിൽ ഉണ്ടായിരുന്ന ആളെയാണ് ആക്രമിച്ചത് എന്നത്. എങ്കിലും നാട്ടുകാർ പറയുന്നത് ഒരു മുന്നറിയിപ്പ് നൽകാത്തതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. ശരിയാണ് ഷിബു, കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരായിരുന്നേനെ, പുറത്തേക്ക് ഇറങ്ങുന്ന ഇതൊക്കെ ഒന്ന് കുറച്ചേനെ. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ വാർഡ് മെമ്പർക്കോ ഉൾപ്പെടെ ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചിരുന്നില്ല എന്നാണ് അവരുടെ പക്ഷം. അതാണ് ഇത്രയേറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിബു, ഇപ്പോൾ ആന എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? വയനാട്ടിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുകയാണ്. മാനന്തവാടിയിൽ വീണ്ടും കാട്ടാൻ ഇറങ്ങിയിരിക്കുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് പടമല സ്വദേശി അജിയാണ്. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി ആക്രമണം ഉണ്ടായത്. ഇത് രണ്ടാം തവണയാണ് വയനാട്ടിൽ നിന്നും ഇത്തരത്തിലൊരു ആന കേരള വനാതിർത്തിയിലേക്ക് എത്തുന്നതും ഇത്തരത്തിൽ കേരളത്തിലൂടെ ജനസഞ്ചാര മേഖലകളിലൂടെയൊക്കെ തന്നെ ആന ഇറങ്ങി നടക്കുന്നതും. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഒരു ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് അക്രമാസക്തനായ ആനയാണ് ഇപ്രാവശ്യം മാനന്തവാടിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനപ്രതിനിധികൾക്കുൾപ്പെടെ വാർഡ് മെമ്പേഴ്സിനുൾപ്പെടെ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകളും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും പറയപ്പെടുന്നതാണ്. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് നാട്ടുകാർ എത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വന്നു കണ്ടു പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവ് കൃത്യമായി തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനപ്രതിനിധികളും ചേർന്നിട്ടുള്ള ഒരു പ്രതിഷേധ സമരം തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാമെന്നോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാമെന്നോ അല്ല തങ്ങൾക്ക് വേണ്ടത്. കൃത്യമായ ഉത്തരവിലൂടെ ഒരു ഫെൻസിങ് അല്ലെങ്കിൽ എന്താണോ അവിടെ ഒരു ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ നിന്നും രക്ഷ നേടാൻ ജനങ്ങൾക്ക് ആവശ്യം, അതിലേക്ക് എത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് മൃതദേഹവുമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സബ് കളക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. മാനന്തവാടിയിലുള്ള കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് പടമല സ്വദേശി അജിയാണ്. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി ആക്രമണം നടത്തി ഒരു ജീവൻ എടുത്തതെന്നാണ് അറിയുന്ന വിവരങ്ങൾ. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേർന്നത് ഷിബുവാണ്. വീണ്ടും മറ്റൊരു വന്യജീവി ആക്രമണത്തിലേക്ക് തന്നെ